ഇന്ന് വന്നത് ഒരു സങ്കടകരമായ കാര്യം പറയാനായിരുന്നു. നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ദുബൈയിൽ നടന്ന ഒരു കാർ അപകടത്തിൽ പിഞ്ചു കുഞ്ഞുങ്ങൾ, ഒരു കുടുംബത്തിലെ സഹോദരങ്ങളായ പിഞ്ചു കുഞ്ഞുങ്ങൾ 4 പേര് ഒന്നിച്ച് മരിച്ച ആ സങ്കടകരമായ കാര്യം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാർത്ത കേട്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി. ഈ അപകടത്തിന് കാരണം ഡ്രൈവർ ഉറങ്ങിപ്പോയതാണെന്ന് പറയുന്നത് കേൾക്കുന്നത്. എൻ്റെ അനുഭവത്തിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉറക്കം വരികയാണെങ്കിൽ നമ്മൾ ഒരിക്കലും വണ്ടി ഡ്രൈവ് ചെയ്യാൻ പാടില്ല. നമ്മൾ വണ്ടി സൈഡിൽ നിർത്തിയിട്ട് ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ ഉറങ്ങുക എന്നല്ലാതെ വേറൊരു ഓപ്ഷൻ അവിടെ ഇല്ല. ചിലർ പറയും നമ്മൾ സ്ട്രോങ് ആയിട്ടൊരു കട്ടൻ ചായ കുടിച്ചാൽ മതി, പിന്നെ നമുക്ക് ഉറക്കം വരില്ല. മറ്റേ ചിലർ പറയും നല്ലോണം മുഖം കഴുകിയാൽ മതി, അല്ലെങ്കിൽ കൂടെയുള്ളവരോട് സംസാരിച്ചിട്ട് പോയാൽ മതി, എന്നാൽ പിന്നെ ഉറക്കം വരില്ല എന്നുള്ളത്. എന്നാൽ അതൊന്നും ഒരു പോംവഴിയല്ല. കുറച്ച് നേരം ഉറങ്ങുക എന്നുള്ളത് മാത്രമാണ് ഒരു പോംവഴി. നമുക്ക് നഷ്ടപ്പെടുന്ന അരമണിക്കൂറായിരിക്കും, അല്ലെങ്കിൽ 1 മണിക്കൂറായിരിക്കും. നമുക്ക് തിരിച്ചു കിട്ടുന്നതോ നമ്മുടെ ജീവിതം, നമ്മുടെ കൂടെയുള്ളവരുടെ ജീവിതം. ഓവർ സ്പീഡാണ് വേറൊരു അപകടത്തിന് കാരണം. 100 കിലോമീറ്ററിന് മുകളിൽ വണ്ടി ഓടിക്കുകയാണെങ്കിൽ നമ്മൾ കൺട്രോളിൽ വണ്ടി നിൽക്കില്ല എന്നുള്ള ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ നമ്മളെ ജീവിതത്തിൽ ഒരിക്കലും പ്രാക്ടിക്കലാക്കില്ല. നമ്മളെ ബേക്കിലുള്ളവരോട്, നമ്മൾ മുമ്പിലുള്ളവരോട് നമ്മൾ എപ്പോഴും മത്സരമായിരിക്കും. ഇതുവരെ കാണാത്ത ഒരാൾക്കാരോട് നമ്മൾ മത്സരിച്ചിട്ട് എന്താ കാര്യം? അന്ന് ഞാൻ കുറച്ച് സ്പീഡ് കുറച്ച് വന്നിരുന്നെങ്കിൽ, അന്ന് ഞാൻ കുറച്ച് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ ഗതി വരുമായിരുന്നോ എന്ന് എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം നമ്മൾ ചിന്തിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മൾ കാത്തിരിക്കുന്നവരെ, നമുക്ക് വേണ്ടി ജീവിക്കുന്നവരെ നമ്മൾ ഒരിക്കലും നിരാശപ്പെടുത്താതിരിക്കുന്നതല്ല നല്ലേ. റോഡിൽ നമ്മൾ സംയമനം പാലിച്ചേ പറ്റൂ. നമ്മൾ മറ്റുള്ളവരെ വിട്ടുകൊടുക്കുക. നമ്മൾ മറ്റുള്ളവരെ വിട്ടുകൊടുത്ത് നമ്മൾ ബേക്കിൽ വരികയാണെങ്കിൽ നമ്മളായിരിക്കും വിജയിക്കുന്നത്. അത് ഉറപ്പല്ലേ?